ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ഈ ബിഗ് ബോസ് ഉണ്ടല്ലോ ഈ പ്രേക്ഷക വിധിക്കെതിരായിട്ട് ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതുവരെയുള്ള അതായത് ബിഗ് ബോസ് മലയാളം സീസണുകൾ കണ്ടവർക്ക് അത് മനസ്സിലാകും. ഇതുവരെ ജയിച്ചിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും നല്ല ഓഡിയൻസ് സപ്പോർട്ട് കൊണ്ട് മാത്രം ജയിച്ചവരാണ്. അതും ചുമ്മാ സപ്പോർട്ട് ചെയ്തിട്ടല്ല കേട്ടോ, അവരുടെ ഗെയിമിനെ കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടെ ഇത് പറയാൻ തന്നെ കാരണം ഓരോ സീസൺ വരുമ്പോഴും വ്യാജ പ്രചരണം നടക്കാറുണ്ട്. അതുപോലെ ഇവിടെയും അത് നടന്നിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് അക്ബറിനെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഒരിക്കലും ബിഗ് ബോസിന് അതിന് സാധ്യമല്ല കേട്ടോ. കാരണം അങ്ങനെ ചെയ്താൽ അത് ബിഗ് ബോസ് ഷോയ്ക്ക് തന്നെ നെഗറ്റീവായിട്ട് മാറുവേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയൻസ് സപ്പോർട്ടിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഷോ കൂടിയാണിത്. ഇവിടെ ഇപ്പോഴും ഇക്കാര്യം എടുത്തു പറയാൻ തന്നെ കാരണം നമ്മുടെ ആര്യനും അക്ബറും തമ്മിലൊരു സംഭാഷണം നടക്കുന്നുണ്ട്. അതായത് അക്ബറിനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ അക്ബറിനെ വിന്നറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിബി ശ്രമിക്കുന്നുണ്ട് എന്ന് നമ്മുടെ അനുമോള് പറഞ്ഞു. അതായത് ആര്യന്റെ അടുത്ത് പറഞ്ഞു എന്ന കാര്യം ആര്യം വന്നിട്ട് അക്ബറിന്റെ അടുത്ത് പറയുവാണ്. കാരണം അക്ബറിന് നല്ല ഹോളുണ്ട്, പിന്നെ ബിബിയിലെ മെയിൻ ആൾക്കാരെയൊക്കെ അക്ബറുമായിട്ട് നല്ല പരിചയമാണ്, പിന്നെ ഒരു കോമണറെ ജയിപ്പിക്കാനായിരിക്കും ബിഗ് ബോസ് നോക്കുക എന്നൊക്കെയാണ് അനുമോള് പറഞ്ഞത് എന്നാണ് ആര്യൻ അക്ബറിന്റെ അടുത്ത് വന്ന് പറയുന്നത്. ഇവിടെ അനുമോള് പറഞ്ഞതിൽ അനുമോളുടെ തെറ്റ് പറയാൻ പറ്റത്തില്ലേ. കാരണം ചിലപ്പോഴൊക്കെ ബിബി വീട്ടിലുള്ള ഒരു കണ്ടസ്റ്റൻസിന് ബിഗ് ബോസ് പാർഷ്വാലിറ്റി കാണിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോഴുണ്ടല്ലോ അത് ആ ഒരു ബിഗ് ബോസിന് ഗെയിം ആയിരിക്കുവേ. ഇവിടെ ഓഡിയൻസിനെ പോലെ തന്നെ ബിഗ് ബോസ് ഷോയ്ക്കകത്തും ആൾക്കാരുണ്ടല്ലോ, അവർക്കും ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ടാകും. എന്നാൽ ഈ ബിഗ് ബോസ് അത് ചെയ്യത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അനുമോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം, ബിഗ് ബോസ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, ചിലപ്പോഴത് ബിഗ് ബോസിന്റെ ഗെയിം തന്നെ ആവും. അല്ലെങ്കിൽ ഇങ്ങനെ പാർഷ്വാലിറ്റി ബേസ്ഡ് ചർച്ചകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല. ഇവിടെ കഴിഞ്ഞ ദിവസം അക്ബറിനെയും ലക്ഷ്മിയെയും കാറിൽ കയറ്റി കൊണ്ടുപോയില്ലേ, ആ സമയത്ത് ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങളൊക്കെ അക്ബറിന് പറഞ്ഞു കൊടുത്തു. ഇത്തരം ലോജിക് ഇല്ലാത്ത സംസാരമാണ് പുറത്തൊക്കെ നടക്കുന്നത്. അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്. ഇതെല്ലാം ബിഗ് ബോസ് സീസണിൽ ഉണ്ടാവുന്നത്. അതായത് ബിഗ് ബോസ് ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന ആ ഒരു ടോക്ക്, സത്യം പറഞ്ഞാല് ബിഗ് ബോസ് ആ ഒരു പാർഷ്വാലിറ്റി കാണിക്കുന്ന പോലെ ഇവിടെ കാണിച്ചിട്ട് ഓഡിയൻസിനെ കൊണ്ടും കണ്ടസ്റ്റൻസിനെ കൊണ്ടും ഇതിനെ സംസാരിപ്പിക്കാനുള്ള ഒരു ഗെയിം തന്നെയാണ് കേട്ടോ. ചിലപ്പോഴും ഈ പാർഷ്വാലിറ്റി കാണിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. പക്ഷെ ഇതുവരെയായിട്ടും ബിഗ് ബോസിലെ നമ്മുടെ ഓഡിയൻസ് സപ്പോർട്ട് ഇല്ലാത്ത ഒരാൾ പോലും വിൻ ചെയ്തിട്ടില്ലേ.